സഹോദരന്മാരെ, നമ്മുടെ മക്കൾ, നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ 2 മാസത്തെ വെക്കേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സുദീർഘമായ ഒരു ഒഴിവ് സമയമാണ് അവരുടെ മുമ്പിലുള്ളത്. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് സ്വന്തം ജീവിതത്തിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് തങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ഈ ഒഴിവ് സമയം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പൊതുവെ ഒഴിവ് സമയങ്ങൾ ആസ്വാദനങ്ങൾക്കും കളിവിനോദങ്ങൾക്കുമാണ് അധികം ആളുകളും വിനിയോഗിക്കുക. ആ കളിതമാശകളും വിനോദങ്ങളും ആസ്വാദനങ്ങളും എത്രയും സമയം നഷ്ടപ്പെടുത്തിയാലും അതെത്ര വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിനൊരല്പം പോലും ഖേദമില്ലാതെ ആ സമയത്തെ യഥേഷ്ടം വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് പൊതുവെ വിദ്യാർത്ഥികളും ഈ പ്രായത്തിലുള്ള നമ്മുടെ മക്കളും ഒക്കെ ചെയ്യാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, സമ്പത്തിനേക്കാളും ഒരാളുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ള ഒന്നാണ് സമയം എന്നുള്ളത്. അതവൻ മരിക്കുമ്പോഴാണ് അവന് കൃത്യമായി ബോധ്യപ്പെടുക. പ്രത്യേകിച്ച് ഒഴിവ് സമയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയ ആയുസ്സിൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദുനിയാവിന്റെ ആവശ്യങ്ങൾ, തിരക്കുകൾ എല്ലാം മാറി അവന് കിട്ടുന്ന ഒഴിവ് സമയം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ മഹത്തായ ഒരു അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പക്ഷെ അധികം ആളുകളും ഈ അനുഗ്രഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ നഷ്ടക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. 2 അനുഗ്രഹങ്ങൾ, അതിലധികം ആളുകളും നഷ്ടത്തിലാണ്. ഒന്നാമത്തേത് അസ്സിഹത്തു, ആരോഗ്യമാണ്. രണ്ടാമത്തേത് അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക ജീവിതത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുന്ന കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കേണ്ടതാണ് അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും, പ്രത്യേകിച്ച് ഒഴിവ് സമയങ്ങൾ എന്ന് പറയുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏതെങ്കിലുമൊക്കെ സമയങ്ങൾ ദുനിയാവിന്റെയോ പരലോകത്തിന്റെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ വെറുതെ ഇരുന്ന് സമയം കളയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ വേണ്ടി പണിയെടുക്കാതെ വെറുതെ സമയം കളയുന്നവരോട് എനിക്ക് കഠിനമായ കോപമാണുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വിഷയത്തിലും ഖേദിച്ചിട്ടില്ല. ഞാൻ ഖേദിച്ചത് ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുകയും ആ ദിവസം എന്നിൽ നിന്ന് വിട പറയുകയും എന്നിട്ട് ആ ദിവസത്തിൽ പ്രത്യേകമായി എനിക്കൊരു അമല്, ഒരു കർമ്മം സാധാരണ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അധികരിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ദിവസമാണ് എനിക്ക് ഖേദമുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയം അത് വെറുതെ തീർക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്കോ നമ്മുടെ മക്കൾക്കോ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് മക്കൾ വലിയൊരു അമാനത്താണ്. പരലോകത്ത് അവരെ നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും പ്രഥമമായ ബാധ്യതയാണ്. അതുകൊണ്ട് മക്കളുടെ സമയങ്ങൾ കൃത്യമായി അവരെ ഉപയോഗപ്പെടുത്താൻ വിധത്തിൽ അവരുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പരലോകം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ 2 ലോകത്തിനും, ഈ 2 ലോകത്തിനും മക്കളുണ്ട്. നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക. ഇത് അമലുകളുടെ ദിവസങ്ങളാണ്, ഇത് പ്രവർത്തനങ്ങളുടെ ദിവസങ്ങളാണ്, ഇത് വിചാരണയുടെ ദിവസമല്ല. നാളെ പ്രവർത്തനത്തിന്റെ ദിവസങ്ങളല്ല, നാളെ വിചാരണയുടെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അമലുകൾ, ഈ ദുനിയാവിൽ കിട്ടിയ അവസരങ്ങളിൽ അമലുകൾ ചെയ്യാൻ, വിചാരണയില്ലാത്ത അമലുകൾ ചെയ്യാനുള്ള ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സുഫിയാൻ തൗരി റഹിമഹുല്ലാഹ് പറയുകയാണ്,
ആളുകൾ അവരുടെ ആയുസ് വെച്ചുകൊണ്ട് കളിക്കുന്നു. അങ്ങനെ ആയുസ് വെച്ചുകൊണ്ട് കളിക്കുന്ന ആളുകൾ അവർക്ക് ഈ ദുനിയാവിൽ കിട്ടിയ ദിവസങ്ങളെ അവർ പാഴാക്കി കളയുന്നു. ദുനിയാവിൽ കിട്ടിയ ഈ ദിവസങ്ങളെ പാഴാക്കി കളയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൊയ്യേണ്ട ഈ പിന്നെ ഈ ദുനിയാവിൽ കൃഷി ചെയ്യേണ്ട ഈ സുദിനങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളുകൾ നാളെ പരലോകത്ത് കൊയ്യേണ്ട ദിവസങ്ങൾ അവർ ഖേദിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഈ ഒഴിവു സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്, പലപ്പോഴും ഒഴിവു സമയങ്ങൾ പരിപൂർണമായും വിനോദങ്ങളില്ലാതെ കളികളില്ലാതെ ചെലവഴിക്കണമെന്നതല്ല. പിന്നെ കുട്ടികളാകുമ്പോൾ അവർക്ക് കളിവിനോദങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകും. ഭൂരിപക്ഷ സമയവും കളിവിനോദങ്ങളിൽ മാത്രമായി കഴിഞ്ഞുകൂടാതെ അവർക്ക് പിന്നെ ചില സന്ദർഭങ്ങളിൽ കളിവിനോദങ്ങളിൽ ഏർപ്പെടുകയും എന്നാൽ ഭൂരിപക്ഷ സമയവും പരലോകത്തിനു വേണ്ടിയും നന്മകൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സഹോദരന്മാരെ, ഈ കളിവിനോദങ്ങളിൽ ഏർപ്പെടുന്ന വിഷയത്തിൽ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി മക്കളുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം മുൻപുള്ള കാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ അവരുടെ കുട്ടിക്കാലങ്ങൾ എന്ന് പറയുന്നത് വീട്ടിന്റെ വരാന്തകളിലും വീട്ടിന്റെ മുറ്റത്തും അതുപോലെ തന്നെ ഗ്രൗണ്ടുകളിലും മൈതാനങ്ങളിലും ശരീരത്തിനും അതേപോലെ തന്നെ മനസ്സിനുമൊക്കെ ഒരേപോലെ ഉന്മേഷം നൽകുന്ന ആരോഗ്യപരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന തങ്ങളുടെ വിനോദങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ മക്കൾ, പുതിയ തലമുറ മാറിയിട്ടുണ്ട്. പുതിയ തലമുറ ജനിച്ചു വീണത് തന്നെ ഈ ഇന്റർനെറ്റിന്റെ യുഗത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞുകൂടുന്നതും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പല മേഖലകളും അതേപോലെ തന്നെ അവരുടെ വിനോദങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. അതുകൊണ്ട് അവർ ആ മേഖലയിൽ യഥേഷ്ടം വിഹരിക്കുകയാണ്. ആ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, നമ്മളും നമ്മുടെ വിഷയത്തിലും നമ്മളുടെ മക്കളുടെ വിഷയത്തിലും വളരെ ജാഗ്രത കൈകൊള്ളേണ്ടതുണ്ട്. കാരണം ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് കേവലം കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല എന്ന് നമുക്കറിയാം. അതിന്റെ അപകടങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ പലപ്പോഴും അധിക മാതാപിതാക്കൾക്കും ആ അപകടത്തിന്റെ ആഴം എത്രയാണ് എന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു സത്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ തന്നെയാണ് നമ്മുടെ മക്കൾ, പുതുതലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉള്ള ലോകത്തല്ല അവരുള്ളത്. നമുക്ക് പരിചിതമല്ലാത്ത സോഷ്യൽ മീഡിയയിലെ ലോകത്താണ് അവർ വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത അനേകം അപകടങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരിട്ടിട്ടില്ലാത്ത അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുതുതലമുറ, നമ്മുടെ പിഞ്ചോമനകൾ, നമ്മുടെ പിഞ്ചുമക്കൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ നമുക്കുണ്ടാകണം. ആ മേഖലകളിൽ പ്രവർത്തിക്കുകയും അതിന്റെ ദുരന്തങ്ങൾ അവരുടെ കൗമാരങ്ങളും അവരുടെ ബാല്യങ്ങളും നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്കും സാഹചര്യങ്ങളിലേക്കും കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മനസ്സ് എന്ന് പറയുന്നത് തിന്മകളിലേക്ക് ചായ്വ് പ്രകടിപ്പിക്കുന്നതാണ്. നന്മയും തിന്മയും എല്ലാം ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ളിലുണ്ട് എങ്കിലും തിന്മ അതിന് നിയന്ത്രണങ്ങളില്ലാത്ത, അതിന് അതിർവരമ്പുകളില്ലാത്ത, ഏത് മേഖലയിലൂടെയും സഞ്ചരിച്ച് ഏത് തിന്മകളെയും സ്വീകരിക്കാനും കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ യഥേഷ്ടമുള്ള സോഷ്യൽ മീഡിയയിൽ മനസ്സ് തിന്മകളിലേക്ക് ചായ്ന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആരും നിയന്ത്രിക്കാനില്ല എങ്കിൽ, ആരും കാണാനില്ല എങ്കിൽ അത്തരം തിന്മകളിലേക്ക് വഴുതി പോവുക എന്ന സ്വാഭാവികമായ അവസ്ഥാവിശേഷം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പത്രവാർത്തകളിൽ അതേപോലെ തന്നെ മീഡിയകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ കൗമാരങ്ങളെ എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ വലിഞ്ഞു മുറുക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കൊല്ലമാണല്ലോ കൊല്ലത്ത് 10ാം ക്ലാസ്സിൽ പൂർണ്ണമായും A+ വാങ്ങിയ മിടുക്കിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ കുറിപ്പിൽ ആ പെൺകുട്ടി എഴുതി വെച്ചത്, ഞാൻ കൃത്യമായി നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറിയൻ ഡ്രാമ കഥാപാത്രങ്ങളോളം എനിക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. നിരന്തരമായി കൊറിയൻ ഡ്രാമകൾ കണ്ട് ആ ജീവിതം പോലെ ഒപ്പിയെടുക്കാൻ, അതുപോലെ എത്തിപ്പെടാൻ, അവരോടൊപ്പം എത്താൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. അവരോടൊപ്പം ആ കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധ്യമല്ല. എന്റെ സുഹൃത്തുക്കളാകട്ടെ എന്റെ ചിന്തകളോടും എത്തുകയുമില്ല. ഈ ലോകം എനിക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതല്ല എന്ന് കുറിപ്പെഴുതി വെച്ച് ആ പെൺകുട്ടി, മിടുക്കിയായ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയാതെ
അറിയാതെ അവർ പ്രവേശിച്ചിട്ടുള്ള ലോകങ്ങളിൽ അവർ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന ജീവിതശൈലികൾ ജീവിതത്തിൽ ഒരിക്കലും ഒപ്പിയെടുക്കാനോ പ്രാവർത്തികമാക്കാനോ കഴിയാത്ത ജീവിതങ്ങളെ അവർ ജീവിതമാക്കാൻ ശ്രമിച്ചതിന്റെ ദുരന്തഫലങ്ങളാണ്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകൾ അവർ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന്. അവരുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് രഹസ്യങ്ങളില്ലാത്ത, നമ്മുടെ മക്കൾ പിഞ്ചോമനകൾ അവർ അറിയാൻ പാടില്ലാത്ത, അവർ കുട്ടിയായിരിക്കുമ്പോൾ കേൾക്കാനോ അറിയാനോ പാടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് മറച്ചു വെക്കാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് പ്രവേശിച്ചാൽ ഒന്നും അവരുടെ മുമ്പിൽ രഹസ്യമാകുന്നില്ല, എല്ലാം പരസ്യമാണ്. അവരെല്ലാ ലോകത്തിലേക്കും പ്രവേശിക്കുകയാണ്, അവരെല്ലാ അശ്ലീലതകളും കാണുകയാണ്, അവരെല്ലാ അശ്ലീലതകളുടെയും ഭാഗമാവുകയാണ്. ആ പിഞ്ചു മസ്തിഷ്കങ്ങളിൽ അവർ കാണുന്നതും കേൾക്കുന്നതും അത് ഒപ്പിയെടുക്കുകയും അതവരുടെ ജീവിതത്തിന്റെ ഭാവി ജീവിതങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടുകളിൽ നിന്നും കൗമാരക്കാരായ ആളുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ റീൽസുകൾ കണ്ട്, സിനിമകൾ കണ്ട്, സോഷ്യൽ മീഡിയയിലെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്ന, അതേപോലെ തന്നെ അധ്യാപകരോട് കൊല ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അതൊരു റീൽസാക്കി അത് പിന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത്, അതിനാനന്ദം കാണുന്ന അതേപോലെയുള്ള തോന്നിവാസങ്ങളും അതേപോലെയുള്ള കുറ്റകൃത്യങ്ങളും നമ്മുടെ മക്കളിൽ, നമ്മുടെ കൗമാരക്കാരിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിലെ നിയന്ത്രണങ്ങളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ഈ സോഷ്യൽ മീഡിയയിലെ പിന്നെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഒഴിവു സമയങ്ങൾ നമ്മുടെ മക്കൾ അധികവും ഉപയോഗപ്പെടുത്തുന്നത് ഗെയിമുകളിലാണ്. മറ്റുള്ള ഓൺലൈൻ ഗെയിമുകളുടെ ദുരന്തങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കളിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ മാതാവിനെ വെടിവെച്ച് വീഴ്ത്തിയ വാർത്തകൾ നമ്മൾ കേട്ടു. ഗെയിമിൽ അഡിഷനായി അതിന്റെ സ്വാധീനം കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകൾ, അങ്ങനെ അനേകം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതിന്റെ സ്വാധീനം കൊണ്ട് സ്വതന്ത്രമായ നല്ല നേരെ നിലക്കുള്ള ചിന്താഗതികളിൽ നിന്നും തെറ്റിപ്പോകുന്ന ആളുകൾ, മാനസികമായ അസ്വസ്ഥതകൾ നേരിടുന്ന കൗമാരകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നമുക്ക് മാതാപിതാക്കൾ എന്ന നിലക്ക് ഈ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ അവരെ വീട്ടിൽ നിന്നും, അവർ കുട്ടികളായിരിക്കെ അവരെ വീട്ടിൽ നിന്നും പുറത്തയക്കുമ്പോൾ നമ്മൾ സമയം നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അവർ പോകേണ്ട സ്ഥലങ്ങൾ പരിധി നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. അവരുടെ കൂട്ടുകാരാണ് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അതേപോലെ തന്നെ അവരുടെ കളിസ്ഥലങ്ങളിൽ കൃത്യമായ ശ്രദ്ധ നമുക്കുണ്ടാകാറുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ അവർ പ്രവേശിക്കുമ്പോൾ അവർക്ക് സമയം നിശ്ചയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവർ പ്രവേശിക്കുന്ന ആപ്പുകൾ ഏത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ നമുക്കുണ്ടാകണം. നമുക്കതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അറിയാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലെയുള്ള പാരന്റ്സിന്, മാതാപിതാക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ കഴിയുന്ന ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏർപ്പെടുത്തണം. അതേപോലെ തന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ, നമ്മുടെ അക്കൗണ്ടുകൾ കൊണ്ട് അവർക്ക് അത്യാവശ്യമാണ് എങ്കിൽ, അവർക്ക് പിന്നെ അവരുടെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ കൊടുക്കണം. ആ നിലക്ക് നമുക്ക് കഴിയുന്ന മേഖലകൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ അറിവില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പാടില്ല. നമ്മൾ മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നുണ്ടോ, അവരുപയോഗിക്കുന്നുണ്ടോ എങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ കാലത്ത് പഠിക്കുക എന്നത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, അതിൽ നിന്നും ഇന്റർനെറ്റുകളിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ നിന്നും ഒക്കെ അവരെ മാറ്റി നിർത്തുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയൂ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ മാറ്റി നിർത്തുന്ന മേഖലകളിൽ പകരം സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് കളിക്കാൻ വീട്ടുമുറ്റത്ത് അവസരങ്ങളും സാധ്യതകളും ഒരുക്കി കൊടുക്കണം. അതേപോലെ തന്നെ അതിനു പുറമെ അവരുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ വായനാശീലങ്ങൾ, വീട്ടിൽ വായിക്കാനുള്ള സംവിധാനങ്ങൾ, പുസ്തകങ്ങൾ, വായനയുടെ ചെറിയ ലൈബ്രറി എങ്കിലും വായിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ അതിനും അപ്പുറത്ത് നമ്മളൊരു മാതൃകയായി കാണിച്ചു കൊടുക്കണം. നമ്മളെ യഥേഷ്ടം മൊബൈൽ ഫോണിൽ വിഹരിച്ച് നമ്മൾ ഫുൾ ടൈമും മൊബൈൽ ഫോണ് പിന്നെ അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നിട്ട് നമ്മുടെ മക്കളോട് അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു സ്വാധീനം നമ്മുടെ വാക്കുകൾക്ക് അവരുടെ മുമ്പിൽ പ്രസക്തി ഉണ്ടാകില്ല. നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ചില്ല എങ്കിലും, നമ്മളില്ലാത്തപ്പോൾ വീട്ടിലെ മറ്റാരുടെയെങ്കിലും മൊബൈൽ ഫോണുകൾ, കൂട്ടുകാരുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അതിൽ അവരെത്തിപ്പെടാൻ
പാടില്ലാത്തിടത്തേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ അവരുടെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും മക്കൾക്ക് നമ്മൾ ദിശാബോധം നൽകാനും ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒഴിവു സമയങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവരുടെ മുമ്പിൽ നമ്മൾ കൃത്യമായ പ്ലാനുകൾ ചെയ്തു കൊടുക്കണം. നമ്മളുടെ സമയം അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അവരെയും കൂട്ടി നമ്മൾ പള്ളികളിലേക്ക് വരണം. ജമാഅത്തുകളിൽ അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ടാകണം. കുടുംബ സന്ദർശനങ്ങൾക്ക് സമയം കണ്ടെത്തണം. അവരുമായി നമ്മുടെ ഓരോ കുടുംബക്കാരുടെയും വീട്ടിലേക്ക് പോകണം. അങ്ങനെ കുടുംബ വീടുകളിൽ ചെന്ന് കുടുംബ ബന്ധം പുലർത്തി ആ നിലക്ക് അവരുടെ സമയം ചെലവഴിച്ച് നന്മകളിൽ ഭാഗമാകാൻ അവരെ സഹായിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം കെട്ടിപ്പടുക്കുമ്പോൾ തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൂടെ കൂട്ടുകയാണ്. രണ്ടുപേരും ചേർന്നാണ് കഅബ പണിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്വഭാവങ്ങളിൽ ഉപ്പയുടെ സ്വഭാവങ്ങൾ പകർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നന്മകളിലെല്ലാം തന്റെ മകനെയും പങ്കുചേർത്ത് കൂടെ നിർത്തി എല്ലാ നന്മകളും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ കൃത്യമായി നമ്മളുടെ മക്കളുടെ വിഷയത്തിലും അവർ നന്മകൾ നമ്മളോടൊപ്പം ഭാഗമായി തീരുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മൾ ദഅവത്തുകളിലുണ്ട്, നമ്മൾ നന്മകൾ കേൾക്കാനുണ്ട്, ദീനിന്റെ സദസ്സുകളിലുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾ അവർ ദുനിയാവിന്റെ അവസ്ഥയിലാണ്. അവർ പഠിക്കട്ടെ, അവർ ദുനിയാവിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വിട്ടേച്ചിരിക്കുകയാണ്. അവർ നമ്മളോടൊപ്പം ദഅവത്തുകളിലില്ല, അവർ നമ്മളോടൊപ്പം നന്മയുടെ സദസ്സുകളില്ല, അവർ നമ്മളോടൊപ്പം കുടുംബ സന്ദർശനങ്ങളില്ല. അവർ നമ്മളെപ്പോലെ സ്വതക്ക കൊടുക്കാൻ അവർക്കറിയില്ല. അവർ നമ്മളെപ്പോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വായിക്കുന്ന അവസ്ഥാവിശേഷം ഇല്ല എങ്കിൽ സഹോദരന്മാരെ, അവർ മറ്റൊരു ദിശയിലൂടെ സഞ്ചരിക്കും. നമ്മൾ മറ്റൊരു ദിശയിലൂടെയും സഞ്ചരിക്കും. അവസാനം അവരോടുള്ള ബാധ്യത നിർവഹിക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് അവർ നമുക്കെതിരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിടത്ത് കൃത്യമായി ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. സഹോദരന്മാരെ, വിസ്ഡം സ്റ്റുഡൻസ്, ഈ ഒരു അവധിക്കാലത്ത് നമ്മുടെ മക്കൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ രോഗാതുരമായ അവസ്ഥകളിൽ നിന്നും അവർ ഡിജിറ്റൽ ലോകത്തിൽ നിന്നും അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരുപാട് പദ്ധതികൾ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവർക്കതിനു വേണ്ടിയുള്ള ചില പാഠ്യപദ്ധതികൾ, ജാലകം ക്യാമ്പ് പോലെയുള്ള, ചെറിയ കുട്ടികൾക്ക് ബട്ടർഫ്ലൈ പോലെയുള്ള, അതേപോലെയുള്ള ഒരുപാട് പഠന സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ ഒരു അവധിക്കാലത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അത് കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെയും നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ കുടുംബത്തിലുമൊക്കെയുള്ള ചെറിയ പ്രായത്തിലുള്ള മക്കളെ ഈ പഠന സംവിധാനങ്ങൾ അതിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ അവർക്ക് നൽകപ്പെടുന്ന ക്ലാസ്സുകളിൽ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അപകടങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും തുടങ്ങിയുള്ള ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ പ്രത്യേകം അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി, അവരെ അതിൽ പങ്കുചേർക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് നമ്മുടെ മക്കൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അവരെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചതുപോലെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതഖും ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ്. എന്ന കുഞ്ഞുമകനെ, തീർച്ചയായും കാര്യം അത് എത്ര തന്നെ തൂക്കം കുറഞ്ഞതാണെങ്കിലും അതൊരു പാറക്കല്ലിനുള്ളിലോ അത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു ന്യായജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന് തന്റെ കുഞ്ഞുമകനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതു ലോകത്താണെങ്കിലും ആരുമില്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ട് എങ്കിൽ, ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം അവരെ നയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ
അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ നാവുകളിലൂടെ അവരെ ഓർമ്മപ്പെടുത്താൻ. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ഇതെല്ലാം നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഏതൊരു തിന്മയും അള്ളാഹുവിന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ സാധ്യമല്ല. ഏതൊരു നന്മയും ഏതൊരു തിന്മയും നാളെ പരലോകത്ത് തൂക്കിക്കണക്കാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ കൃത്യമായി നമ്മുടെ മക്കളെ നമ്മുടെ നാവുകളിലൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി യാ ബുനയ്യ എന്ന് ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതുപോലെ എന്റെ കുഞ്ഞുമകനെ, അദ്ദേഹത്തിന്റെ പ്രയോഗം യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, സ്നേഹത്തിന്റെ വിളിയാണ്, കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും വിളിയാണ്. മക്കളെ ചേർത്തു പിടിക്കാൻ, അവരോട് സകാരത്തിന്റെയും അവരോട് ദേഷ്യത്തിന്റെയും വർത്തമാനവും മുഖഭാവവും മാത്രമാകാതെ ദേഷ്യപ്പെടേണ്ടിടത്ത് മാത്രം ദേഷ്യപ്പെടുകയും അല്ലാത്ത സന്ദർഭങ്ങളിൽ അവരോട് വാത്സല്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ചേർത്തു പിടിച്ച് അത്തരം വിളികൾ വിളിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കുവാനും അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും പ്രധാനമായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. സഹോദരന്മാരെ, അള്ളാഹു തട്ടിക്കളയാത്ത 3 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കളുടെ തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും മാതാപിതാക്കൾ മറ്റെന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാളും സ്വാധീനം തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അവർക്കുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ് ആ പ്രാർത്ഥനയ്ക്കെന്ന് പറയുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. മാതാപിതാക്കൾ ആ വിഷയത്തിൽ അശ്രദ്ധരായതാണ് പല പ്രശ്നങ്ങൾ മക്കൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ തന്നെ വിശുദ്ധ ഖുർആനിൽ പരിശോധിക്കുമ്പോൾ അവർ മക്കളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുണ്ടായതിനു ശേഷം അവരെ അസ്ലിഹ് ലി ഫീ ദുർരിയ്യതി, അവരുടെ മക്കളെ നന്നാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമസ്കാരക്കാരാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മേഖലകളിലും പ്രവാചകന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, വിശ്വാസികളുടെ പ്രാർത്ഥന, മക്കളുടെ വിഷയത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നമ്മുടെ പ്രാർത്ഥനകൾ എന്നത് നമ്മൾ വിസ്മരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അധികരിപ്പിക്കുവാനും അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിനെ പേടിച്ചും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയും ഈ ദുനിയാവിൽ നല്ല ജീവിതം നയിച്ച് മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഈ ഓരോ കാലഘട്ടത്തിലും പിടികൂടുന്ന തിന്മയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെല്ലാം അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار.